നമസ്തേ. ദർശനമാല ഒന്നാമത്തെ ദർശനത്തിലെ 5-ാമത്തെ ശ്ലോകം. മനോമാത്രമിദം ചിത്രം ഇവാഗ്രേ സർവമീദൃശം പ്രാപയാമാസ വൈചിത്ര്യം ഭഗവാൻ ചിത്രകാരവത്. മനോമാത്രമിദം ചിത്രം ഇവാഗ്രേ സർവമീദൃശം പ്രാപയാമാസ വൈചിത്ര്യം ഭഗവാൻ ചിത്രകാരവത്. ആദ്യം പദം പിരിക്കാം. മനോമാത്രം ഇദം ചിത്രം ഇവ അഗ്രേ സർവം ഈദൃശം പ്രാപയാമാസ വൈചിത്ര്യം ഭഗവാൻ ചിത്രകാരവത്. അഗ്രേ പണ്ട് മുൻപ്, സൃഷ്ടിക്കു മുൻപ്. മനോമാത്രം ഇതം മനോമാത്രം, ഈ പ്രപഞ്ചം മനോമാത്രമായിരുന്നു. ചിത്രമിവ, ചിത്രത്തെ എന്ന പോലെ. ഈദൃശം സർവം, വൈചിത്ര്യം, ഇപ്രകാരമുള്ള എല്ലാ വൈചിത്ര്യങ്ങളെയും ചിത്രകാരവത്, ചിത്രകാരൻ എന്ന പോലെ ഭഗവാൻ ഈശ്വരൻ പ്രാപയാമാസ, പ്രാപിച്ചു, സൃഷ്ടിച്ചു. സൃഷ്ടിക്കു മുമ്പ് മനോമാത്രമായിരുന്ന ഈ പ്രപഞ്ചത്തെ ചിത്രകാരൻ ചിത്രത്തെ എന്നതുപോലെ ഈശ്വരൻ ഇപ്രകാരമുള്ള എല്ലാ വൈചിത്ര്യത്തോടും കൂടി സൃഷ്ടിച്ചു. പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നുള്ളത് എല്ലാ തത്വശാസ്ത്രങ്ങളുടെയും ഒരു അന്വേഷണ വിഷയമാണ്. ഭൗതികശാസ്ത്രത്തിനൊരു തോന്നലുണ്ടല്ലോ, തങ്ങളുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ ശരിയാണ്. കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചത്തിൽ പൊട്ടിത്തെറിച്ച് എന്തൊക്കെയോ ഉണ്ടായി എന്ന് അവരൊരു സിദ്ധാന്തം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആനമണ്ടത്തരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ആ സിദ്ധാന്തത്തെ പർവ്വതീകരിക്കുകയാണ്. ഇനി അവത്തിന്ന് പുറകോട്ട് പോകാനും പറ്റത്തില്ല, പറഞ്ഞ മണ്ടത്തിലെ തിരിച്ചെടുക്കാനും പറ്റുന്നില്ലല്ലോ. പിന്നെ എന്താന്ന് വലിയ നിശ്ചയമൊന്നുമില്ല. ആ പൊട്ടിത്തെറിയുടെ കൃത്രിമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്. ഡെമ്മോ ഒക്കെ ഉണ്ടാക്കി ഡമ്മിയുടെ പരീക്ഷണമൊക്കെ അവർ നടത്തി നോക്കുന്നുണ്ടാവും. പക്ഷെ വെറും ഒരു അഭ്യൂഹം മാത്രമായ ഒരു കാര്യത്തിൽ എങ്ങനെ സത്യാവസ്ഥ കണ്ടെത്തും, അറിഞ്ഞുകൂടാ. പക്ഷെ ഇവിടെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ അവരുടെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ വളരെ നല്ലതാണ്. അതിനകത്തൊന്നും ഒരു ആൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവർ വളരെ ജെനുവിനായിട്ട് തന്നെയാണ് അതിനകത്ത് വർത്തിക്കുന്നത്. പക്ഷെ അതോടൊപ്പം ഇവിടുത്തെ മഹർഷിമാർ പറഞ്ഞ വാക്കുകളിൽ കൂടി ഒന്ന് കേട്ട് അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നും കൂടി ഒന്ന് അന്വേഷിക്കുന്ന ആ അന്വേഷണ രീതി കൂടി അവരുടെ ആധുനികമായ ആ ഒരു തിരച്ചിലിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൂടെ? ഇവിടെ കണ്ണടച്ച് വെടിവെക്കുക. ഇവിടെ പണ്ടുണ്ടായിരുന്ന എല്ലാം മണ്ടത്തരം, ഇപ്പം ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ മാത്രം ശരി, അതെല്ലാവരും അംഗീകരിച്ചോണം. പിന്നെ ബ്രിട്ടീഷുകാരൻ അല്ലെ ഇംഗ്ലീഷുകാരൻ വെള്ളക്കാരൻ ലോക പോലീസ് ആയതുകൊണ്ട് അയാൾ എന്ത് മണ്ടത്തരം പറഞ്ഞാലും ലോകം യേശു വെച്ചോളും. നഗ്നനായ രാജാവ് തൻ്റെ വസ്ത്രധാരണം വളരെ നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏറാമൂളികളെല്ലാം വളരെ നല്ലതാണ് എന്ന് പറയുമ്പോൾ നിഷ്കളങ്കനായ ഒരു കുട്ടി മാത്രമാണ് പറഞ്ഞത്, അല്ലയോ രാജാവേ, അങ്ങ് നഗ്നനാണ്. പക്ഷെ മറ്റുള്ളവർ നഗ്നനാണെന്ന് പറഞ്ഞാൽ അവരുടെ തലയെ അറുത്ത് കളയുന്ന രാജാവാണ് ഉള്ളത്. ആധുനിക സാങ്കേതികത നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ അത് നമ്മളുടെ പ്രകൃതിയെ
നമ്മളുടെ സന്തുലിതാവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണോ എന്നൊരു അന്വേഷണം കൂടി നടത്തണ്ടേ? ഇപ്പം നമുക്കറിയാം, ലോകം മുഴുവൻ, പ്രപഞ്ചത്തിന് മുഴുവൻ ചൂട് കൂടുകയാണ്, വിശേഷിച്ച് ഭൂമിയിൽ. നോർത്ത് ഇന്ത്യയിലൊക്കെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത 58-60 ഡിഗ്രി വരെയൊക്കെ ചൂട് കൂടി എന്ന് പറയുന്നു. കേരളത്തിലെ ഒരുമാതിരി സുഖ കാലാവസ്ഥയുണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫാൻ ഇല്ലാതെ, AC ഇല്ലാതെ ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇടവപ്പാതി തുടങ്ങിയിട്ടും അന്തരീക്ഷത്തിന് തണുപ്പ് അനുഭവപ്പെടുന്നില്ല. മഴ മാറിയാലോ അല്ലെ മഴയുടെ സമയത്ത് പോലും ഫാനിൻ്റെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇത് നമ്മളുടെ വളർച്ചയല്ലേ? ഫാൻ കണ്ടുപിടിച്ചു, മറ്റു പലതും കണ്ടുപിടിച്ചു, ഒക്കെ ശരി. പക്ഷേ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെ ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് എത്രമാത്രം കോട്ടമാണ് നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത്. നമ്മൾ നിരവധി സാറ്റലൈറ്റ്, മറ്റു കാര്യങ്ങൾ, പരീക്ഷണങ്ങൾ, പലതരത്തിലുള്ള യുദ്ധോപകരണങ്ങളെല്ലാം പരീക്ഷിച്ചിട്ട് ഇതിൽ സിംഹഭാഗവും നമ്മൾ നശിപ്പിക്കുന്നത് കടലിൽ കൊണ്ടാണ്. കരയിൽ നിന്ന് ചില മിസൈലുകളൊക്കെ പരീക്ഷണാർത്ഥം വിടുന്നത് കടലിലേക്കാണ്. ഇനി 1ഉം 2ഉം 10ഉം അല്ല, 100 കണക്കിന് മിസൈലുകളാണ് അനുദിനം കടലിൽ പതിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഒരു പ്രതികൂല അവസ്ഥ എന്തെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കടലിലും താമസിക്കാനായിട്ട് അർഹതപ്പെട്ട കുറേ ജീവജാലങ്ങളില്ലേ? ഈശ്വരൻ സൃഷ്ടിച്ച ജീവജാലങ്ങൾ തന്നെ. അതുങ്ങൾക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? എത്രമാത്രം ഭീമത്സമായിട്ടാണ് അതുങ്ങളെ നശിപ്പിക്കുന്നത്. പിന്നെ നിരന്തരമായിട്ട് ഈ അത്യുഗ്രമായിട്ടുള്ള ചൂടും അഗ്നിയുമൊക്കെ ചീറ്റിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെന്ന് കടലിലേക്ക് വീഴുന്നത്. എത്ര വലിയ ചൂടാണ് കടലിലേക്ക് പതിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കടലിൻ്റെ ആ ഒരു തണുപ്പൊക്കെ കുറഞ്ഞു വരുന്നില്ലേ? അങ്ങനെ സർവ്വടത്തും എല്ലാം ചെയ്ത് നമ്മൾ എന്തൊക്കെയോ നേടിയെന്ന് വിചാരിച്ച് ലോകത്തിലെ ജഗദീശ്വരൻ കൊടുത്ത സുന്ദരമായ പുതപ്പുകളൊക്കെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. സൂര്യൻ്റെ അതികഠിനമായ റേസുകൾ ഭൂമിയിലേക്ക് വരാതിരിക്കാനുള്ള സംവിധാനം പ്രകൃതി ഉണ്ടാക്കിയിട്ടുണ്ട്. മുകളിൽ ആകാശത്ത് നല്ലൊരു പരവതാനി വിരിച്ചിട്ടുണ്ട്. പക്ഷെ ആ പരവതാനിയിലൊക്കെ ഹോള് വീണുപോയി, കിഴുത്ത വീണുപോയി. അത് കാരണം അതിഗംഭീരമായ ചൂട്. പിന്നെ മനുഷ്യൻ ഒരിക്കലും ചെന്ന് ചേരാൻ സാധാരണഗതിയിൽ സാധ്യതയില്ലാത്ത തണുപ്പൻ സ്ഥലങ്ങളിൽ പോലും മനുഷ്യൻ്റെ അധിവാസമുണ്ടായത് കാരണം ഗ്ലേഷ്യറുകൾ, ഒരിക്കലും ഉരുകാത്ത മഞ്ഞൊക്കെ ഉരുകിത്തുടങ്ങി. അങ്ങനെ ഇവിടെ നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. അതിവൃഷ്ടിയും അനാവൃഷ്ടിയും ഒക്കെ വരാം. ഗ്ലേഷ്യർ, വലിയ മഞ്ഞുമലകൾ ഉരുകുന്ന അവിടെ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെ ഏതാനും ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് കൂടിയാൽ ഈ മഞ്ഞെല്ലാം കൂടെ ഉരുകി കടലിലേക്ക് പോയാൽ കടൽ ഉയർന്ന് നിരന്തരം സുനാമിയുടെ ഒരു അവസ്ഥ വന്നേക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അപ്പം ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ആധുനികമായിട്ടുള്ള എല്ലാ നന്മയും നമ്മൾ സ്വീകരിക്കുന്നതോടൊപ്പം പഴയ കാര്യങ്ങൾ, നമ്മളെ മുനിമാരുടെ കണ്ടുപിടുത്തങ്ങൾ, അവരുടെ ആശയങ്ങൾ, അവരുടെ വിഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആധുനിക സങ്കേതങ്ങൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും. ഇവിടെ ഇതാ ഈ ശ്ലോകത്തിലെ ഗുരു വളരെ മനോഹരമായിട്ട് ശാസ്ത്രീയമായിട്ട് ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരിക. ഒരാൾക്ക് പോലും ഇത് ഖണ്ഡിക്കാൻ സാധ്യമല്ല. ഈ ദർശനമാലയൊക്കെ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പാഠ്യവിഷയമാക്കിയിരുന്നുവെങ്കിൽ
IT ഫീൽഡിലുള്ളവർ, എൻജിനീയറിംഗ് പഠിക്കുന്നവർ, മെഡിസിൻ പഠിക്കുന്നവർ, മറ്റേത് വിഭാഗത്തിൽ പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്ന ആളുകളാണെങ്കിലും അവരൊക്കെ ഈ ഒരു ശാസ്ത്രം കൂടി ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ, വേദാന്ത ശാസ്ത്രവും ഇവിടെ ഭാരതീയമായിട്ടുള്ള നല്ല ശാസ്ത്രങ്ങളുമൊക്കെ പഠിക്കുവാൻ സാധിച്ചിരിക്കുന്നെങ്കിൽ നമ്മളുടെ രാജ്യം എത്രമാത്രം അഭിവൃദ്ധി പ്രാപിച്ചേന്. ഭാരതം ഈ നേട്ടം ഒക്കെ കൈവരിക്കുവാനായിട്ട് അനായാസം സാധിക്കുന്ന ഒരു സാമ്രാജ്യമാണ്. അതൊക്കെ നമ്മൾ വേണ്ടതുപോലെ ഒന്ന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ, ഗുരുക്കന്മാരുടെ വചസ്സുകൾ കേൾക്കുകയും അത് അനുസരിക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് തരുന്ന ഈ ശാസ്ത്രാവബോധത്തെ നമുക്ക് ഹൃദയത്തോടെ നെഞ്ചോട് ചേർക്കാം. നന്ദി.